Hi all, welcome to Nana's Kitchen. I am doing a beef varattiyathu recipe. അപ്പോൾ മുമ്പ് ഞാൻ ഒരു beef roast ഇട്ടിട്ടുണ്ടായി. ആ ഒരു സ്റ്റൈലുള്ള ഒരു beef varattiyathu ഇത്. ഇതൊരു തനി നാടൻ സ്റ്റൈലിലുള്ള നല്ലൊരു ടേസ്റ്റ് ഉള്ള ഉമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു beef roast ആണ്. അപ്പോൾ അതിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 1.25 സൈസുള്ള ഒരു ഇഞ്ചിയും ഒരു ഉണ്ട ചെറിയ അല്ലിയല്ലേ ഇവിടുത്തെ വെളുത്തുള്ളി നാട്ടിൽ. അപ്പോൾ ഒരു ഉണ്ട വെളുത്തുള്ളി, 3 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും സംഭവങ്ങളും കൂടി നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, കുരുമുളക് എല്ലാം കൂടി ഞാനിതിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ച് മാറ്റിയിട്ടുള്ള. ഇനി നമ്മുടെ ബീഫ് 1.5 കിലോ ബീഫാണിത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ അരച്ച പേസ്റ്റും കൂടി ചേർക്കാം. ഈ അരച്ച പേസ്റ്റ് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഉപ്പൊക്കെ നമ്മൾ ഈ അരക്കണയിൽ ചേർത്തിട്ടാണ് അരച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇനി ഉപ്പൊന്നും വേറെ ചേർക്കാത്തത്. വേണമെങ്കിൽ ഒരു ഇത്തിരി വിനിഗർ ചേർത്ത് കൊടുക്കാം, പക്ഷെ വേണ്ടി വരില്ല. കാരണം ഇത് അധികം മൂത്ത ബീഫൊന്നുമല്ല, വേഗം തന്നെ വെന്ത് കിട്ടും. ഇതിങ്ങനെ മസാല തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് വേവിക്കാം. നന്നായിട്ട് എല്ലാത്തേക്കും മസാല പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കുക. ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, അത്യാവശ്യം റെഡ് കളറിലാണ് ഇത് ഇരിക്കണത്. അതിനുശേഷം നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. അപ്പം ഞാൻ കുക്കറിലേക്ക് ബീഫ് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നതിന് ശേഷം നല്ല സിമ്മിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം, അത് ഓപ്ഷണലാണ്. ഞാൻ അതും ചേർക്കണില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് ഇരുന്ന് വെന്തോളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ സിമ്മിലേക്ക് ആക്കിയിട്ട് 15 മിനിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബീഫ് വെന്ത് വരുമ്പോഴേക്കും ഒരു ഉണ്ട വെളുത്തുള്ളി തൊലി കളഞ്ഞത്, പിന്നെ 1 കപ്പ് ചുവന്നുള്ളി കേട്ടോ, ഒരു ചെറിയ കപ്പ് ചുവന്നുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ, ഒരു ഇഞ്ചി പീസുള്ള ഒരു ഇഞ്ചി. അതിനൊന്ന് ഞാൻ മിക്സിയിലൊന്ന് ചതഞ്ഞിട്ടാണ് എളുപ്പത്തിനായിട്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. അരയ്ക്കണ്ട, ഒട്ടും അരയ്ക്കണ്ട, ചതച്ചെടുക്കുക. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും സംഭവങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം മിക്സിയിൽ. അപ്പം നമ്മൾ നേരത്തെ അരച്ചില്ലേ, നമ്മുടെ ബീഫ് പുരട്ടാൻ വേണ്ടി അരച്ച ബൗളിൽ തന്നെ നമുക്കിത് ചതച്ചെടുക്കാം. കാരണം സെയിം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുഴപ്പമില്ല. ഇത് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ. നമ്മൾ ഇഞ്ചിയും, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചതച്ചതും കറിവേപ്പിലയാണ്. ഇത് 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇത് ഗരം മസാല, ഇതിൽ നിന്ന് ഒരു 3/4 ടീസ്പൂൺ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ചേർക്കണം. പിന്നെ ഇത് ഞാൻ ഒരു 1.5 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ്. ഒന്ന് ചൂടാക്കിയിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഇതിൽ രണ്ടും ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനൊരു പാനിലേക്ക് വെച്ചിട്ട് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും സംഭവങ്ങൾ ചതച്ച് വെച്ചെടുക്കുക. അരക്കരുത്. നിങ്ങൾ കല്ലിൽ തന്നെയാണെങ്കിൽ കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ഇപ്പം ചേർക്കാം, അല്ലെങ്കിൽ ബീഫിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ ബീഫിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സവാളയിലേക്കും ഈ ചുവന്നുള്ളിലേക്കുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റാം, അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. വിറകടപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ മഴയായോണ്ടേ കുത്തണില്ല, ട്രൈ ചെയ്തിട്ട് അടപ്പ്. അതാണ് പിന്നെ ഗ്യാസിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള, ഇഞ്ചി, ചുവന്നുള്ളിയൊക്കെ ചതച്ചിട്ടത് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും നമ്മൾ ചതച്ച് വെച്ച എല്ലാ സംഭവങ്ങളും ഒന്ന് ചെറുതായിട്ട് ഒരുവിധം വഴന്ന് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോടുകൂടി തന്നെ ഒഴിക്കുകയാണ്.
അപ്പൊ ഈ ബീഫ് ബാക്കി എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ വേവും. അതിൻ്റെ ഒപ്പം ഈ സവാളയൊക്കെ വയന്ന് ഇതിൽ കൂടി ചേർന്നോളെ. ഈ വെള്ളം വറ്റണതിൻ്റെ ഒപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നടക്കും. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. നമ്മൾ ഇത്ര നേരം മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചത് കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഈ വെള്ളം വറ്റണതിൻ്റെ ഒപ്പം തന്നെ സവാളയും ബാക്കിയുള്ള എല്ലാവരും വയന്നോളും. അപ്പം നമ്മൾ ബീഫ് നന്നായിട്ട് വെള്ളമൊക്കെ ഒരുവിധം വഴറ്റി സവാളയുടെ കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുരുമുളകും പെരുംജീരകം കൂടി തരിതരവായിട്ട് പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ എരിവാണ് ഇതിന് കൂടുതൽ മുമ്പിട്ട് നിൽക്കുക. അത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് വലിഞ്ഞ് വരണം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 3/4 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ചേർത്തിട്ടുണ്ടായി. പോരാത്ത ഗരം മസാല 3/4 ടീസ്പൂണും കൂടി ഞാൻ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എരിവൊക്കെ നോക്കി മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. എരിവൊക്കെ പാകമാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കഴുകിയതും കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ബീഫിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടാണ്. നല്ല നാടൻ സ്റ്റൈൽ സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.